ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഭാസ്കരന്റെ മകനല്ല നികേഷ് എന്നുള്ള സത്യം നിധിയും സുഭാഷും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഭാസ്കരന്റെ നല്ല മനസ്സ് നിധിയും സുഭാഷും തിരിച്ചറിയുന്നു. തന്റെ അമ്മ പോകാൻ കാരണക്കാരൻ ഭാസ്കരനാണെന്ന് പറഞ്ഞ് നികേഷ് കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ഭാസ്കരന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരെ മുതിർന്നു. അപ്പോഴൊന്നും ഭാസ്കരൻ ആ സത്യം നികേഷിനോട് പറഞ്ഞിട്ടില്ല. നികേഷ് തന്റെ മകനല്ല എന്നുള്ള സത്യം ഒരിക്കലും നികേഷ് അറിയരുതെന്ന് ഭാസ്കരൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് പാട്ടും കേട്ട് ഭാസ്കരൻ പുറത്തിരിക്കുമ്പോൾ അകത്ത് ഫോണിൽ നോക്കിയിരിക്കുകയാണ് സുധീഷും ഹരീഷും. കുറച്ചപ്പുറത്തായി അമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നികേഷ്. സുഭാഷ് പുറത്തുപോയ സമയത്ത് അടുക്കള ജോലികൾ ചെയ്യുകയാണ് നിധി. ക്ഷീണത്തോടുകൂടി നിധി ഹോളിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, പാചകം ചെയ്ത് തളർന്നോ നിധി? അപ്പോൾ നിധി പറയുകയാണ്, കിച്ചണിൽ സുഖമല്ലേ, ഒന്ന് കിച്ചണിൽ കയറി പാചകം ചെയ്ത് നോക്ക്. സുധീഷ് പറയുകയാണ്, ക്ഷീണത്തോടുകൂടി ഇരിക്കുന്നത് കണ്ട് പറഞ്ഞു പോയതാണ്. നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കുടിക്ക്. നിധി പറയുകയാണ്, നിങ്ങൾക്ക് തന്നെ ഒരു ചായ ഇട്ട് തരാമല്ലോ. സുധീഷ് പറയുകയാണ്, ചായ ഇടാൻ എനിക്കറിയില്ല, വേണമെങ്കിൽ ഞാൻ അടുത്ത് നിന്ന് സഹായിക്കാം. നിധി ചായ ഇട്ടോ. ഹരീഷ് പറയുന്നു, ഏട്ടത്തി ഞാൻ ചായ ഇട്ട് തരാം. നിധി പറയുകയാണ്, വേണ്ട ഹരീഷ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചോളാം. സുധീഷ് ചോദിക്കുന്നു, അതെന്താ നിധി, ഞാൻ ചായ ഇട്ട് തന്നാലേ നിധി കുടിക്കത്തുള്ളൂ, അവൻ ഇട്ട് തന്നാ കുടിക്കത്തില്ലേ? നിധി പറയുകയാണ്, ഹരീഷ് പാവല്ലേ. സുധീഷ് അങ്ങനെയാണോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അവൻ പാവമാണെങ്കിൽ ഞാനെന്താ പുണ്യമാണോ? എടാ ഹരീഷ്, നീ പോയി ചായ ഇട്ടോണ്ട് വാ. നിധി പറയുന്നു, വേണ്ട ഹരീഷ്. ഹരീഷ് പറയുന്നു, എനിക്ക് ലെമൺ ടീ നന്നായി ഉണ്ടാക്കാൻ അറിയാം. സുധീഷ് ഏട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് സുധീഷ് ഏട്ടൻ എന്നെ കൊണ്ട് ലെമൺ ടീ ഉണ്ടാക്കിപ്പിച്ച് കുടിക്കാറുണ്ട്. അങ്ങനെ ഹരീഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് ചമ്മലോടുകൂടി ഇരിക്കുന്നു. തുടർന്ന് ഹരീഷ് പാട്ടും പാടി ഡാൻസും ചെയ്തൊക്കെ ലെമൺ ടീ ഉണ്ടാക്കുകയാണ്. ഇത് മറങ്ങിയെന്ന് കാണുകയാണ് സുധീഷും നിധിയും. ഹരീഷ് ലെമൺ ടീയും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ സുധീഷും നിധിയും ചിരിച്ചുകൊണ്ട് അവിടെ നോടി പോകാനായി തുടങ്ങുകയാണ്. അവരുടെ നെറ്റി തമ്മിൽ ഇടിക്കുകയും തലയിൽ കൈവച്ച് അവർ മുഖത്തോട് മുഖം നോക്കുകയുമാണ്. ഹരീഷ് ചമ്മലോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് ഹരീഷ് എല്ലാവർക്കും ലെമൺ ടീ കൊണ്ട് കൊടുക്കുകയാണ്. നന്നായിട്ടുണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഹരീഷ് നീ കിച്ചണിൽ ഭയങ്കര ഡാൻസും പാട്ടും ആയിരുന്നല്ലോ, വിയർത്തുപോയി. ഇതൊന്നും ശ്രദ്ധിക്കാതെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നികേഷ്. സുധീഷും ഹരീഷും നിധിയും ചിരിച്ച് സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ നികേഷ് ഓർക്കുകയാണ് ഭാസ്കരൻ നികേഷിന്റെ അമ്മയുടെ കഴുത്തിൽ കയറി പിടിച്ച് ഇറങ്ങി പൊടി എന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. തുടർന്ന് നികേഷ് ഉറക്കെ ഭാസ്കരനോട് പറയുന്നു, പാട്ട് നിർത്ത്. ഇത് കേട്ട് അകത്തേക്കൊന്ന് നോക്കിയിട്ട് ഭാസ്കരൻ വീണ്ടും പാട്ട് കേട്ടിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, നികേഷ് എന്താ ഇത്? പാട്ടും കേട്ട് അകത്തേക്ക് കയറുകയാണ് ഭാസ്കരൻ. നികേഷ് ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ഇത് എന്റെ വീട്, എന്റെ റേഡിയോ, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? നിധി പറയുന്നു, അച്ഛാ അവൻ ചെറിയ പയ്യനല്ലേ, അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ, അച്ഛനും അതുപോലെ സംസാരിക്കാതെ. ഭാസ്കരൻ ചോദിക്കുന്നു, ആരാ ചെറിയ പയ്യൻ? നിധി പറയുന്നു, അച്ഛ ഒന്ന് ക്ഷമിക്ക്. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, മോളെ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോകുക, ഇല്ലെങ്കിലുണ്ടല്ലോ. അങ്ങനെ ദേഷ്യത്തോടു കൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പാട്ട് ഓൺ ചെയ്യുകയാണ് ഭാസ്കരൻ. നികേഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരന്റെ കയ്യിൽ നിന്നും റേഡിയോ വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഭാസ്കരനും നിധിയും സുധീഷും ഹരീഷും. സുധീഷ് ചോദിക്കുന്നു, എടാ നികേഷ് നീ എന്താണ് ഈ ചെയ്തത്? നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ മിണ്ടാ നിൽക്ക്, നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? വെറുതെ നിങ്ങൾ എന്നെ ശല്യം ചെയ്യുകയാണ്, മനഃപൂർവ്വം നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നു. ഭാസ്കരൻ ഒന്നും മിണ്ടാതെ നികേഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി പറയുന്നു, നികേഷ് നീ ആവശ്യമില്ലാതെ സംസാരിക്കുകയാണ്, മിണ്ടാ നിൽക്കവിടെ. നിധിയെ ശ്രദ്ധിക്കാതെ നികേഷ് ഭാസ്കരനോട് പറയുന്നു, ദ്രോഹങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ മിണ്ടാതെ നിൽക്കുന്നുണ്ടല്ലോ. പുറത്തിരുന്ന പാട്ട് കേട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഭാസ്കരൻ ഒന്നും മിണ്ടാതെ നികേഷിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അരികിലേക്ക് ചെന്ന് നികേഷിന്റെ കയ്യിൽ പിടിച്ച് ഹരീഷ് പറയുകയാണ്, നികേഷ് നീ ഇവിടെ വന്നിരിക്കും, വിട് ഹരീഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കൈ തട്ടി മാറ്റി നികേഷ് പറയുന്നു, എല്ലാത്തിനും കാരണം ഇയാളാ. നിങ്ങൾ എല്ലാവരും ഇയാളെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. നിധി പറയുന്നു, നികേഷ് മതി നിർത്ത്. അപ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി എനിക്ക് സംസാരിക്കാനുണ്ട്, സംസാരിച്ചേ പറ്റൂ. ഇത് കേട്ട് ഭാസ്കരൻ വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. നികേഷ് പറയുന്നു, എന്റെ അമ്മ എനിക്ക് വേണ്ടി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നതല്ലേ, അമ്മയ്ക്ക് എന്റെ ഒപ്പം ജീവിക്കണമെന്നും എനിക്ക് അമ്മയുടെ ഒപ്പം ജീവിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ അമ്മ ഇവിടുന്ന് ഓടിച്ചു വിട്ടതല്ലേ നിങ്ങള്? എന്റെ അമ്മയെ എന്നിൽ നിന്നും പിരിച്ചതല്ലേ നിങ്ങള്? ഇത്രയും ദ്രോഹമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കാൻ കഴിയുന്നു? എന്തിനാ എന്റെ അമ്മ ഇവിടുന്ന് തുരത്തി ഓടിച്ചത്? എന്റെ അമ്മ ഈ വീട്ടിൽ കഴിയുന്നതിന് നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? അന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മയെ നിങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലില്ലായിരുന്നോ? നിങ്ങളൊരു കൊലയാളിയല്ലേ? ഇത് കേട്ട് നിധി ഉറക്കെ നികേഷിനെ വിളിക്കുന്നു. നികേഷ് പറയുകയാണ്, നാട്ടുകാര് പറയുന്നതിൽ ഒരു തെറ്റുമില്ല, ഇയാള് ശരിക്കും ഒരു കൊലയാളിയാ. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, നികേഷ് മിണ്ടാ നിൽക്കാനാ പറഞ്ഞത്. ഭാസ്കരൻ ഒന്നും മിണ്ടാതെ കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഭാസ്കരന്റെ അരികിലേക്ക് ചെന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നികേഷ് ചോദിക്കുന്നു, എടോ നിങ്ങൾ എന്തിനാ
എന്തിനാ എന്റെ അമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? പറ, എന്തിനാ നിങ്ങൾ അത് ചെയ്തത്? നികേഷെ മാറി നിൽക്കെന്ന് പറഞ്ഞ് സുധീഷും ഹരീഷും കൂടി നികേഷിനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. നിധി പറയുന്നു, നികേഷെ വിടാനാ പറഞ്ഞത്. ഭാസ്കര വിഷമത്തോടുകൂടി നികേഷിനെ നോക്കുകയാണ്. ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? പറയടോ. എന്റെ അമ്മ ഈ വീട് വിട്ടു പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഈ വീട് വിട്ടു പോകത്തില്ലായിരുന്നു. ഈ വീട് വിട്ട് മാത്രമല്ല, ഈ ലോകം തന്നെ വിട്ട് നിങ്ങൾ പോണം. ഞാനെങ്കിലും സമാധാനത്തോടെ കഴിഞ്ഞേനെ. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. നിധി ചോദിക്കുന്നു, നികേഷ് നീ എന്താ ഈ പറയുന്നത്? നികേഷ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ വിഷമങ്ങൾക്കും കാരണക്കാരൻ നിങ്ങളാ. ആർക്കും പ്രയോജനമില്ലാതെ നിങ്ങൾ എന്തിന് ഈ വീട്ടിൽ ജീവനോടെ ഉള്ളത്? നിങ്ങൾ ചത്തുപോകുന്നതാ നല്ലത്. സുധീഷും ഹരീഷും വിഷമത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നികേഷിനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. നിധി ഉറക്കെ നികേഷ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നികേഷ് ശ്രദ്ധിക്കുന്നില്ല. നികേഷ് പറയുന്നു, നിങ്ങൾ എന്താ ഇങ്ങനെ ജഡം പോലെ നിൽക്കുന്നത്? നിങ്ങൾ കാരണം എല്ലാവരും ഇവിടെ വിഷമിക്കുകയാണ്. ഹരീഷ് പറയുന്നു, നികേഷെ കൈയെടുക്കടാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നികേഷ് പറയുന്നു, വീട് ഹരീഷേട്ടാ, നിങ്ങള് മരിച്ചുപോയാൽ ഞങ്ങൾ എല്ലാവരും സമാധാനത്തോടു കൂടി കഴിയും. നിങ്ങളൊന്ന് ചത്തുപോകുമോ? സുധീഷ് പറയുന്നു, നികേഷെ മിണ്ടാൻ നിൽക്കാനാ പറഞ്ഞത്. നിധി പറയുന്നു, നികേഷെ മാറി നിൽക്കാനാ പറഞ്ഞത്. ഈ സമയം വീട്ടിലേക്ക് വരുന്ന സുഭാഷ് ബഹളം കേട്ട് ടെൻഷനോടുകൂടി അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുന്നു, നിങ്ങൾ എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? ഭൂമിക്ക് ഭാരമായും ആർക്കും പ്രയോജനമില്ലാതെയും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോണം, നിങ്ങൾ മരിക്കണം. ടെൻഷനോടുകൂടി സുഭാഷ് അകത്തേക്ക് കയറി വരികയാണ്. വളരെ ദേഷ്യത്തോടുകൂടി നികേഷെ നുറക്കെ വിളിച്ച് നികേഷിന്റെ കയ്യിൽ പിടിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു നിർത്തി നികേഷിന്റെ കർണം പുക ചടിക്കുകയാണ്. എല്ലാവരും ഞെട്ടി നിധിയെ നോക്കുമ്പോൾ നിധി വീണ്ടും നികേഷിനെ തല്ലുകയാണ്. ഭാസ്കരനുറക്കെ മോളെന്ന് വിളിക്കുന്നു. കവളിൽ കൈവച്ച് കണ്ടു നിറങ്ങിയ നിധിയെ നോക്കുകയാണ് നികേഷ്. എല്ലാവരും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി പറയുന്നു, നീ ഒരുപാട് ഓവർ ആകുന്നുണ്ട്. അച്ഛൻ മരിച്ചു പോകണമെന്ന് പറയാൻ നീ ആരാ? സുഭാഷ് ചോദിക്കുന്നു, നിധി എന്താ മോളെ? നിധി പറയുകയാണ്, നികേഷ് അച്ഛന്റെ അടുത്ത് വഴക്കിന് പോവുകയാണ്. അച്ഛന്റെ പ്രായം എത്ര, ഇവന്റെ പ്രായം എത്ര? വിവരം ഇല്ലടാ നിനക്ക്. നീ പഠിക്കുന്ന പയ്യനല്ലേ, ചെറിയ പയ്യനല്ലേ? ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ചാൽ അതിര് കടക്കുകയാണ് നീ. അച്ഛൻ മരിച്ചു പോന്ന് പറയുകയാണ്. ചത്തുപോന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. ഇതൊക്കെയാണ് നിന്നെ കോളേജിൽ പഠിപ്പിക്കുന്നത്? പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നികേഷ് ചോദിക്കുന്നു, ആര് മുതിർന്നവര്? നിധി പറയുന്നു, അത് നിന്റെ അച്ഛനാടാ. അച്ഛൻ നിന്നേക്കാൾ വലിയ ആളാ, പ്രായത്തിലും അനുഭവത്തിലും എല്ലാത്തിനും മുകളിലാണ് നിന്റെ അച്ഛൻ. അച്ഛനോട് നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ഈ വീട്ടില് ഒരാളും അച്ഛനെ ഒരു വാക്ക് പോലും പറഞ്ഞ് വേദനിപ്പിക്കാൻ പാടില്ല. അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് ഈ വീട്ടിൽ ജീവിക്കും. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകാം. നീ ഇത്രയും തരംതാണ് സംസാരിച്ചിട്ടും അച്ഛൻ നിന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതാടാ അച്ഛന്റെ ഉള്ളിലെ സ്നേഹം. അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേടാ? നീ എന്ത് പറഞ്ഞാലും എല്ലാവരും മൗനമായി നിന്ന് കേൾക്കുമെന്ന് നീ വിചാരിച്ചോ? അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. ഭാസ്കരൻ പറയുന്നു, മോളെ വേണ്ട. കണ്ടു തിറങ്ങിയ നികേഷ് പറയുകയാണ്, എന്താണെങ്കിലും ഏട്ടത്തി എന്നെ തല്ലിയില്ലേ, ഞാൻ പോവാ. ഇനി ഞാൻ ഇവിടേക്ക് വരില്ല. അങ്ങനെ കണ്ണു തിറങ്ങിയ നികേഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നികേഷ് എന്ന് വിളിച്ച് പിന്നാലെ ഓടി ചെല്ലുകയാണ് സുഭാഷും ഹരീഷും സുധീഷും. സുഭാഷ് ചോദിക്കുന്നു, നികേഷ് നീ എവിടെ പോകുന്നത്? നികേഷ് എന്ന് അവരെല്ലാവരും ഉറക്കെ വിളിക്കുന്നുവെങ്കിലും അവരെ ആരെയും തിരിഞ്ഞു നോക്കാതെ വളരെ ദേഷ്യത്തോടു കൂടി നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ അവൻ പോട്ടെ, അവനെ വിട്ടേര്. അവന്റെ ഇഷ്ടത്തിന് എന്തും പറയാം, എന്തും ചെയ്യാം. ഇവിടെ ആരും ചോദിക്കില്ല എന്ന് അവൻ വിചാരിച്ചോ? അവൻ പോട്ടെ. എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധി പറയുന്നു, പോട്ടെന്ന് പറഞ്ഞില്ലേ? വളരെ വിഷമത്തോടു കൂടി ഷർട്ട് എടുത്തിട്ട് സൈക്കിളുമായി അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്നു, അവൻ എവിടെ ആയിരിക്കും പോയത്? നിധി പറയുകയാണ്, പോട്ട്, അവൻ എവിടെങ്കിലും പോട്ട്. ഭാസ്കരൻ സൈക്കിളിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് തിരിഞ്ഞ് നിധിയെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്താ? ഒന്നുമില്ല ഏട്ടത്തിന്ന് ഹരീഷ് പറയുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി തന്നെ തല്ലിയതോർത്ത് വിഷമത്തോടുകൂടി ആലോചിച്ച് റോഡ് സൈഡിലിരിക്കുകയാണ് നികേഷ്. ഭാസ്കരൻ സൈക്കിളിൽ നികേഷിനെ അന്വേഷിച്ചു വരികയാണ്. കുറച്ച് അപ്പുറത്തായി വരുന്ന ഭാസ്കരൻ കാണുകയാണ് കണ്ണു നിറഞ്ഞ് റോഡ് സൈഡിൽ ആലോചിച്ചിരിക്കുന്ന നികേഷിനെ. ഭാസ്കരൻ സമാധാനത്തോടുകൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് അവിടെയുള്ള കടയിലേക്ക് കയറിയിരിക്കുകയാണ്. നികേഷ് ഭാസ്കരനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. കടയിലിരിക്കുന്ന ഭാസ്കരൻ വളരെ വിഷമത്തോടുകൂടി നികേഷിനെ തന്നെ നോക്കുകയാണ്. അവിടെ നിന്ന് പോകാനായി ഭാസ്കരൻ സൈക്കിളിന്റെ അരികിലേക്ക് വരുന്നുവെങ്കിലും പോകാൻ മനസ്സ് തോന്നുന്നില്ല. ആ കടയിലേക്ക് തന്നെ ഇരുന്ന് നികേഷിനെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ. രാത്രിയായിട്ടും നികേഷിനെ കാണാതെ ടെൻഷനോടുകൂടി പുറത്തിരിക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും. സുഭാഷ് പറയുന്നു, എന്താണ് ഇതുവരെ നികേഷിനെ കാണാത്തത്? ദേഷ്യം കുറയുമ്പോൾ തിരിച്ചു വരുമെന്നാ വിചാരിച്ചത്. ഹരീഷ് പറയുകയാണ്, അവനെന്താ വീട്ടിലേക്കുള്ള വഴി അറിയില്ലേ? അവനിങ്ങി വരും സുഭാഷേട്ടാ. ടെൻഷനോടുകൂടി സുഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുഭാഷേട്ടാ അവനിങ്ങി വരും, ടെൻഷൻ ആകാതെ. സുഭാഷ് പറയുകയാണ്, മോളെ ഒരുപാട് സമയമായില്ലേ, ഇത്രയും നേരമൊക്കെ അവൻ വരാതിരിക്കില്ല. അവൻ വല്ലാതെ വിഷമിച്ചല്ലേ ഇവിടുന്ന് പോയത്. നിധി പറയുകയാണ്, ഞാൻ അവനെ അടിച്ചത് തെറ്റായി പോയി എന്നാണ് സുഭാഷേട്ടൻ പറയുന്നത്. സുഭാഷ് പറയുകയാണ്, അങ്ങനെയല്ല മോളെ, അവനെ അടിക്കാൻ നിനക്ക് അധികാരമുണ്ട്. അവൻ അപ്പൊ ഇറങ്ങി പോയതല്ലേ, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല, അതാ ഒരു പേടി. നിധി പറയുന്നു, അവനിങ്ങി വരും സുഭാഷേട്ടാ. സുഭാഷ്
പറയുകയാണ് ഞാൻ പോയി ഒന്ന് അന്വേഷിക്കട്ടെ. നിധി പറയുന്നു സുഭാഷേട്ട പ്ലീസ്, അവൻ തന്നെ ഇങ്ങി വരും, സുഭാഷേട്ടൻ അന്വേഷിച്ചു പോകണ്ട. സുഭാഷേട്ടൻ അവനെ അന്വേഷിച്ചു ചെന്നാൽ അവൻ വീണ്ടും ഇങ്ങനെ ചെയ്യും. വഴക്കുണ്ടായാൽ വീട്ടിൽ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകാം. വീട്ടിൽ നിന്നും ആരെങ്കിലും വന്ന് തന്നെ സമാധാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ അവന് തോന്നി തുടങ്ങും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ ഇരുന്ന് ഫേസ് ചെയ്യണം. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല. അത് അവന് തന്നെ തോന്നണം. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അവന്റെ ഇമോഷൻസ് അവന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ചെയ്തത് തെറ്റാണെന്ന് അവന് തന്നെ മനസ്സിലാകണം. ഇവിടെ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ ആരെയും പറ്റും ചിന്തിക്കാതെ ഇറങ്ങി പോവുക. അത് ഇന്നത്തോടുകൂടി അവസാനിക്കണം. തുടർന്ന് സുധീഷും ഹരീഷും കൂടി സുഭാഷിനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാത്രി ഒരുപാടായിട്ടും നികേഷ് വിഷമത്തോടുകൂടി ആലോചിച്ച് ആ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുകയാണ്. ഭാസ്കരൻ നികേഷിനെ തന്നെ നോക്കിക്കൊണ്ട് കടയിൽ ഇരിപ്പുണ്ട്. തുടർന്ന് സുഭാഷ് പറയുന്നു നിധി, ഇതുവരെ നികേഷ് തിരിച്ചു വന്നിട്ടില്ല, ഞാൻ പോയി അന്വേഷിക്കട്ടെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഫോണിൽ വിളിച്ചു നോക്ക്. ഹരീഷ് പറയുന്നു ഞാൻ ഫോണിൽ വിളിച്ചു, പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല. സുധീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടന്റെ ഫോണിൽ നിന്നും വിളിച്ചാൽ അവൻ ഫോൺ എടുക്കും. സുഭാഷ് പറയുകയാണ് ഞാൻ വിളിച്ചു നോക്കിയടാ, അവൻ എടുക്കുന്നില്ല. സുധീഷ് പറയുന്നു അത് സാരമില്ല, സുഭാഷ് ഏട്ടൻ ഇങ്ങതാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ സുഭാഷിന്റെ ഫോൺ വാങ്ങി സുധീഷ് നികേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നികേഷ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. സുധീഷ് പറയുന്നു നികേഷ്, ഞാൻ സുധീഷ് ഏട്ടനെ വിളിക്കുന്നത്. നികേഷ് ഫോൺ കട്ട് ചെയ്യാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുകയാണ് എടാ നീ ഫോൺ കട്ട് ചെയ്യല്ല, നീ ഇപ്പൊ എവിടെയാ? നികേഷ് ചോദിക്കാണ് ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കാർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി, ഏട്ടത്തി അടിക്കുന്നു, ഏട്ടത്തി അടിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നോക്കി നിന്നതല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും സംസാരിച്ചില്ലല്ലോ. ഞാൻ എന്തിനാ പിന്നെ വീട്ടിലേക്ക് വരുന്നത്? സുധീഷ് പറയുന്നു നീ അത് വിടടാ, നിന്റെ ഏട്ടത്തിയല്ലേ, നീ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് നീ ഇപ്പൊ എവിടെയാണ് അത് പറ. നികേഷ് പറയുന്നു ഞാൻ എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ. സുധീഷ് ഏട്ടൻ എന്താ? സുഭാഷ് പറയുന്നു സുധീഷേ നീ ഫോണിങ്ങതാ, ഞാൻ സംസാരിക്കാം. സുധീഷ് പറയുകയാണ് വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ തന്നെ സംസാരിക്കാം. നികേഷേ ഇന്ന് വീട്ടില് ബിരിയാണി ഉണ്ട്, ഇവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, നീ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. നികേഷ് പറയുന്നു എനിക്ക് ബിരിയാണി വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് പോന്ന് പറഞ്ഞ് നികേഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ അവൻ ഫോൺ കട്ട് ചെയ്തു, അവൻ എവിടെയുണ്ടെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഞാൻ ഒരുപാട് തവണ ചോദിച്ചു, അവൻ പറഞ്ഞില്ല. സുഭാഷ് പറയുന്നു ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. വേണ്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് മോൻ അവനെ അടിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അവൻ എവിടാണെന്ന് അറിയാതെ എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല. നിധി പറയുന്നു നികേഷിനെ ഫോൺ പിടിച്ചിട്ട് ഫോൺ എന്റെ കയ്യിത്താ. ഫോൺ അറ്റൻഡ് ചെയ്ത നികേഷ് പറയുകയാണ് സുധീഷ് ഏട്ടാ ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ഫോണിൽ വിളിക്കുന്നത്? നിധി പറയുന്നു ഞാൻ ഏട്ടത്തിയാ. നികേഷ് കണ്ണു നിറങ്ങിയിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദേ നോക്ക്, നീ എവിടാണെങ്കിലും അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണം. ദേ നോക്ക് നികേഷ്, നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിന്നെ അടിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു വാ. അതല്ല നിന്നെ അടിക്കാൻ എനിക്ക് അധികാരമില്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ സോറി പറഞ്ഞ് ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങാം. നികേഷ് പറയുന്നു ഏട്ടത്തി പോകരുത്. നിധി പറയുകയാണ് എങ്കിൽ നീ തിരിച്ചു വാ, അരമണിക്കൂറിനുള്ളിൽ നീ വീട്ടിലുണ്ടാകണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് സുഭാഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് നിധി പറയുന്നു സുഭാഷ് ഏട്ടാ അവനിപ്പോ ഇങ്ങ് വരും. ഹരീഷ് പറയുകയാണ് ഏട്ടത്തി ഇത്രയും സ്ട്രോങ് ആയിട്ടല്ലേ പറയുന്നത്, അപ്പൊ അവൻ തിരിച്ചു വരും. സുധീഷ് പറയുകയാണ് എന്റെ ഭാര്യയെ കണ്ടോടാ, അവൾ എന്റെ ഭാര്യയായിട്ട് തന്നെ അങ്ങ് ജീവിക്കുക, പ്രശ്നങ്ങളൊക്കെ ഡീല് ചെയ്യുന്നത് കണ്ടില്ലേ. തുടർന്ന് നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ സൈക്കിളുമായി പിന്നാലെ പോവുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്നു മോളെ ഇത്രയും സമയമായിട്ടും അവനെ കാണുന്നില്ലല്ലോ, ഞാൻ അവനെ അന്വേഷിച്ചു പോവുക. നിധി പറയുകയാണ് സുഭാഷ് ഏട്ടാ അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാം. ഈ സമയം നികേഷ് വീട്ടിലേക്ക് വരികയാണ്. സുധീഷ് ചോദിക്കുന്നു നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്, കേറി വാടാ. സുഭാഷ് പറയുകയാണ് നീ ഇതുവരെ എവിടെയായിരുന്നു, നീ എവിടെയാണെന്ന് അറിയാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു, ഫോൺ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യില്ല, ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമോടാ. നികേഷ് പറയുകയാണ് ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ അന്വേഷിച്ചു വന്നോ, അത്രയ്ക്ക് പോലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. സുധീഷ് പറയുന്നു എടാ നിധിയാ നിന്നെ അന്വേഷിച്ചു പോകണ്ടെന്ന് പറഞ്ഞത്, നീ നിധിയോട് തന്നെ ചോദിക്കും. ഇത് കേട്ട് നികേഷ് കുനിങ്ങി നിൽക്കുമ്പോൾ നിധി പറയുകയാണ് ഞാൻ നിന്നെ അടിച്ചു, അതുകൊണ്ട് നീ ദേഷ്യപ്പെട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയി, അങ്ങനെയല്ലേ? അതേന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് എനിക്ക് നിന്നെ അടിക്കാനുള്ള അധികാരം ഉണ്ടോ? അതൊക്കെ ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് ഞാൻ സുധീഷിനോട് ചോദിച്ചോ, ഞാൻ അവനോടല്ലേ സംസാരിക്കുന്നത്, അടിക്കുന്നത് തെറ്റാ, ആരെ അടിക്കാൻ ആർക്കും അധികാരമില്ല. നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നുണ്ട്, ആ അധികാരത്തിലാണ് ഞാൻ നിന്നെ അടിച്ചത്. നീ നിന്റെ അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞത്, അങ്ങനെയൊക്കെ അച്ഛനോട് പറയാമോ? നികേഷ് പറയുകയാണ് ഏട്ടത്തി എന്നെ അടിച്ചത് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അയാളെ സപ്പോർട്ട് ചെയ്തല്ലേ ഏട്ടത്തി എന്നെ അടിച്ചത്, അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നിധി പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും, അങ്ങനെ നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ഇനി നിന്നെ അടിക്കില്ല, വഴക്ക് പറയില്ല, നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കണ്ട. ഇനി ഇവിടെ എന്ത് വഴക്ക് നടന്നാലും ഞാൻ നിന്നോട് ചോദിക്കാൻ വരില്ല. ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയണ പിന്നെ ഞാൻ എന്ത് പറയണോടാ, നീ എന്നെ ഏട്ടത്തിന്നല്ലേ വിളിക്കുന്നത്, അപ്പൊ ഞാൻ ഏട്ടത്തിയുടെ റോള് ചെയ്യണ്ടേ? തെറ്റു കണ്ടാൽ ഏട്ടത്തി അനിയനെ തല്ലും. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെ ഇറങ്ങി പോകരുത്, ഇവിടെ തന്നെ നിന്ന് അത് ഡീല് ചെയ്യണം. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ എന്നോട് വഴക്കുണ്ടാക്ക്, അല്ലാതെ ഇങ്ങനെ ഇറങ്ങി പോവുകയോ വീട്ടിലേക്ക് വരാതിരിക്കുകയോ ചെയ്താൽ അതിനും കൂടി
കൂട്ടിച്ചേർത്ത് ഞാൻ നിന്നെ തല്ലും. ഇനി നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ? നികേഷ് പറയുന്നു. ഇല്ല. നിധി ചോദിക്കുന്നു. ഞാൻ ആരാ നിന്റെ ഏട്ടത്തിയാണെന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, ഏട്ടത്തി പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലയോ? കേൾക്കുമെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇനി ആരോടും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? നികേഷ് പറയുകയാണ്, മനസ്സിലായി. ശരി വാ ഇരിക്കെന്ന് പറഞ്ഞ് നികേഷിന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തി നിധി പറയുന്നു, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. നിധി നികേഷിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. നികേഷ് അത് കഴിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നികേഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ് നിധിയും സുഭാഷും സുധീഷും ഹരീഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്